ന്യൂസ് 16 കേരള. ഇസ്രയേൽ ആക്രമണത്തിൽ ഹസൻ നസ്രുല്ല കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുല്ല കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഹിസ്ബുള്ള. ലബനീസ് തലസ്ഥാനമായ ബൈറൂത്തിന് തെക്ക് ദഹിയയിൽ വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രുല്ല കൊല്ലപ്പെട്ടത്. ബൈറൂത്തിലെ ആക്രമണത്തിൽ 6 ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നത്. സംഭവത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് UN അറിയിച്ചു. USഉം ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച 21 ദിന വെടിനിർത്തൽ നിർദ്ദേശത്തെ പാടെ നിരാകരിക്കുന്നതാണ് ഇസ്രയേൽ നടപടി. ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരാഴ്ചയായി ലബനനിൽ തുടരുന്ന സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്ന് UN പൊതുസഭയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു വ്യോമാക്രമണം. നേരത്തെ 2006 നടന്ന ഇസ്രയേൽ ആക്രമണത്തിലും നസ്രുല്ല കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം നസ്രുല്ല വീണ്ടും പൊതുമധ്യത്തിൽ വരികയായിരുന്നു. 32 വർഷമായി ഹിസ്ബുള്ളയുടെ തലവനായി പ്രവർത്തിച്ചുവരുന്ന നേതാവാണ് നസ്രുല്ല. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനാനിൽ ഇസ്രയേൽ പേജർ, വോക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തി നിരവധി പേർ മരിച്ചിരുന്നു. ആക്രമണം ഞെട്ടിച്ചതായും തിരിച്ചടിക്കുമെന്നും ഹസൻ നസ്രുല്ല വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ തെക്കൻ ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒറ്റ ദിവസം 500-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള തലവനെ തന്നെ ലക്ഷ്യമിട്ട് തെക്കൻ ബൈറൂത്തിലെ ദഹിയയിൽ ഇസ്രയേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.